രാഹുൽ ഒരു ഹാബിച്വൽ ക്രിമിനലാണ്, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ഈ സമയത്ത് ഈ ഘട്ടത്തിൽ ജാമ്യം കൊടുത്താൽ അത് തെളിവ് നശിപ്പിക്കാൻ കാരണമാകും. ഒരുപാട് തെളിവുകൾ ഇനിയും വീണ്ടെടുക്കാനുണ്ട്. അതൊക്കെ നശിപ്പിക്കാൻ രാഹുലിന്റെ ഈ സമയത്ത് ജാമ്യം നൽകിയാലുള്ള അത് കാരണമാകുമെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി തന്നെ വാദിക്കുന്നു. അതേസമയം കോടതി പറഞ്ഞ ഏത് നിബന്ധനയും അംഗീകരിക്കാൻ തയ്യാറാണ്. കോടതി പറഞ്ഞ ഏത് നിബന്ധന അംഗീകരിക്കാമെന്നാണ് രാഹുൽ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞ. അടച്ചിട്ട മുറിയിലെ വാദം ഏതാണ്ട് അരമണിക്കൂർ കഴിഞ്ഞും അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങുകയാണ്. ഒരുപാട് തെളിവുകൾ ഇരുപക്ഷവും പ്രോസിക്യൂഷനും രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകനും സീൽഡ് കവറിൽ കുറേയധികം തെളിവുകൾ ഇതിനോടകം തന്നെ കോടതിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. നേരത്തെ ഒക്കെ പറയുന്നത് പോലെ നമ്മൾ പുറത്തു കേട്ട അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ കാരണങ്ങളുടെ ഒരു എക്സ്റ്റൻഡ് വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. രാഹുൽ കൊടുത്തിരിക്കുന്ന തെളിവുകളുടെ അതിന്റെ വിശദാംശങ്ങൾ അത് കോടതി പരിശോധിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങൾ അടച്ചിട്ട് മുറിക്കകത്തെ ആകാംക്ഷയാണ്. മനീഷ് മഹിപാൽ ചെയ്യുന്നുണ്ട്. മനീഷ്, അരമണിക്കൂറിലധികമാകുന്നുണ്ട്. ഇനി ഏതു സമയവും രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം അറിയാം. മനീഷ്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കോടതി മുറിയിൽ അരമണിക്കൂറായി വാദം നിലവിൽ പുരോഗമിക്കുകയാണ്. ഇതിൽ രാഹുലിന്റെ അഭിഭാഷകൻ അല്ലെങ്കിൽ പ്രതിഭാഗം അഭിഭാഷകന്റെ വാദം ഈ രാഹുൽ ഏത് തരത്തിലുള്ള അന്വേഷണത്തോടും സഹകരിക്കാൻ നിലവിൽ തയ്യാറാണ്. ഇപ്പോഴുള്ള ഈ ഒരു വിഷയം, ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെയധികം രാഷ്ട്രീയ പ്രേരിതമായ കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തു നടക്കുന്ന കാര്യങ്ങൾ കൂടുതൽ കോടതി മനസ്സിലാക്കണം. രാഹുലിന് ജാമ്യം അനുവദിക്കണം, അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന വാദമാണ് നിലവിൽ രാഹുലിന്റെ അഭിഭാഷകൻ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷന്റെ മുൻപിൽ തെളിവുകൾ ഉണ്ടോ എന്നുള്ളതാണ്. പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ തെളിവുകൾ, മെഡിക്കൽ തെളിവുകളൊക്കെ തന്നെ രാഹുലിനെതിരായി ഉണ്ട്. അത് ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറുഭാഗത്ത് രാഹുലിനെതിരെ കൂടുതൽ പരാതികൾ വരികയാണ്. കൂടുതൽ ഗുരുതര സ്വഭാവമുള്ള, അനിതര സാധാരണമായി ഇതുവരെയും കേൾക്കാത്ത ഒരു പൊതുപ്രവർത്തകനെതിരെ ഇതുവരെയും കേൾക്കാത്ത തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള സങ്കീർണമായ പല പരാതികളും വരികയാണ്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ വലിയ സ്വാധീനമുള്ള, സമൂഹത്തിൽ വലിയ പിടിപാടുള്ള, നിലവിൽ ഇപ്പോഴും ഒളിവിൽ കഴിയുന്ന, അതായത് പോലീസിന് പോലും കണ്ടെത്താൻ കഴിയാതെ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ അത് സമൂഹത്തിന് കൊടുക്കുന്ന തെറ്റായ സന്ദേശമായിരിക്കും എന്നുള്ളൊരു വാദമാണ് പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും രാഹുലിന് ജാമ്യം കൊടുക്കാൻ പാടില്ല. രാഹുൽ ഈ കേസുമായി ഇതുവരെയും സഹകരിച്ചിട്ടില്ല. എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത ശേഷം പലകുറി രാഹുലുമായി ബന്ധപ്പെട്ടു, ഹാജരാകാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ഇപ്പോഴും ഒളിവിൽ തുടരുന്ന രാഹുലിന് എങ്ങനെ കോടതിക്ക് ജാമ്യം അനുവദിക്കാൻ സാധിക്കുമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രോസിക്യൂഷൻ. പക്ഷെ നമുക്ക് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ അറിയാൻ സാധിക്കും ഈ കോടതി വരാന്തയ്ക്കും മുമ്പിൽ നിന്നും ഇപ്പോൾ ഈ അഭിഭാഷകൻ ഏത് തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ച് കോടതി ഏതായിരിക്കും അംഗീകരിക്കുക. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഇരു കക്ഷികളും നേരത്തെ സൂചിപ്പിച്ച സാധാരണ ഇരകളാണ്. ഇത്തരത്തിലുള്ള രഹസ്യ സ്വഭാവം ആയി പരിഗണിച്ചുകൊണ്ട് ഇത്തരം കേസുകൾ അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെടുക സാധാരണ ഇരകളാണ്. പക്ഷേ ഈ കേസിൽ ഇര മാത്രമല്ല, പ്രതി കൂടി അതൊരു പ്രത്യേക ഹർജിയായി കൊടുത്തത് രഹസ്യ സ്വഭാവമായി പരിഗണിച്ചുകൊണ്ട് അത് അടച്ചിട്ട മുറിയിൽ. അത്തരത്തിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണമെന്ന് ആവശ്യപ്പെട്ട മറ്റൊരു പ്രതി കൂടിയുണ്ട്, ദിലീപ് എന്നാണ് പേര്. പക്ഷെ അത് ഈ ഘട്ടത്തിലൊന്നുമല്ല. അതങ്ങ് ഒരുപാട് മുന്നോട്ട് പോയി വിചാരണ ഘട്ടത്തിലൊക്കെ ആയിരുന്നു ആ നീക്കം. അത് മാധ്യമങ്ങൾക്കായിരുന്നു പഴി. പോട്ടെ, ഇത് മുൻകൂർ ജാമ്യത്തിന്റെ ഘട്ടത്തിൽ തന്നെ അടച്ചിട്ട മുറിയിൽ വേണമെന്ന വാദം പ്രതി ഉന്നയിക്കുന്നു. മനീഷ്, പ്രോസിക്യൂഷൻ അതിനെ എതിർത്തില്ല. മാത്രമല്ല പ്രോസിക്യൂഷൻ അതിനോട് അനുകൂല നിലപാടായിരുന്നു ശ്രദ്ധേയമാണ്. അടച്ചിട്ട മുറിയിലെ വാദം തുടരുകയാണ്. ലൈംഗിക പീഡന, ഭ്രൂണഹത്യാ കേസുകളിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തപ്പെട്ട, ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്ക് മുൻകൂർ ജാമ്യം നൽകണോ വേണ്ടേ എന്നതിലുള്ള നിർണായകമായ വാദങ്ങൾ ഇപ്പോൾ അടച്ചിട്ട മുറിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ അതിശക്തമായ വാദങ്ങൾ മുന്നോട്ടേക്ക് വെക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ അത് തെളിവ് നശിപ്പിക്കലിലേക്കാണ് പോവുക. കാരണം രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ് എന്ന വാദം പ്രോസിക്യൂഷൻ കോടതിയിൽ മുന്നോട്ടേക്ക് വെക്കുന്നു. മാത്രമല്ല ഈ പറയുന്ന രീതിയിൽ രാഹുൽ ഏതെങ്കിലും തരത്തിൽ നിയമ നടപടികളുമായി ഇപ്പോൾ തന്നെ സഹകരിക്കുന്നില്ല. ഇത്ര ദിവസമായിട്ട് ഒളിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. രണ്ടാമത്തെ കാര്യം, ഈ പറയുന്ന പോലെ ഇന്നലെയും ഏതാണ്ട് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ബ്രൂട്ടലായ പീഡനത്തിന്റെ വെളിപ്പെടുത്തലുമായി മറ്റൊരു പേര് വെളിപ്പെടുത്താനാകാത്ത പരാതിക്കാരി കൂടി രംഗത്തുണ്ട് എന്ന അടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം നൽകരുത് എന്ന് പറയാൻ വേണ്ടി വാദിക്കുമ്പോൾ കോടതി പറയുന്ന ഏത് നിബന്ധനയും പാലിക്കാൻ തങ്ങൾ ബാധ്യസ്ഥമാണ്, സജ്ജമാണ് എന്ന വാദം ഹൈക്കോടതിക്കുള്ളിൽ രാഹുലിന്റെ അഭിഭാഷകൻ ഉന്നയിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.